തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സിംഹസ്വരസുധാംനാഥ, അവിടുന്ന് അങ്ങയുടെ കൃപയും സാന്നിധ്യത്താൽ കർത്താവ് ദിവസങ്ങൾ എത്രയും വഴി നടത്തിയ കർത്താവ് ഇത്രത്തോളം അടിയങ്ങളുടെ കർത്താവ് പ്രവർത്തന മേഖലയിൽ കൂടെ ഉണ്ടായിരുന്നവൻ കൃപകർത്താവ് നന്ദിയോട് സ്തോത്രം. കർത്താവ് പ്രവർത്തന അനേകരെ അങ്ങയുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ഇതിലേക്ക് ആകർഷിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ലോകത്തിൻ്റെ അറ്റത്തോളം അതിർവരമ്പുകളില്ലാതെ കർത്താവെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കർത്താവ് അങ്ങയുടെ വചനം എത്തിക്കുമ്പോൾ, കർത്താവ് അങ്ങയുടെ സുവിശേഷം എത്തിക്കുമ്പോൾ, ഈ സുവിശേഷം അനേകരുടെ ജീവിതങ്ങളിൽ കർത്താവ് പ്രത്യാശ നൽകത്തക്കണം. കർത്താവ് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരത്തക്കണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കൃപയും സാന്നിധ്യത്താൽ എല്ലാ കാര്യത്തിലും കൂടെ ഇരുന്ന വഴി നടത്താൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ് ഇന്നത്തെ സുസ്വരങ്ങളുടെ കരണ സമയം അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ എൻ്റെ വാക്കോടോ ശബ്ദത്തോടോ വചനത്തോടുണ്ടാകുക ഏറ്റവും ലളിതമായ കർത്താവ് വചനം അങ്ങയുടെ ജനത്തിലെത്തിക്കുമെന്നാണ്. ഒപ്പം കർത്താവെ എൻ്റെ കൃപയുടെ നിറവിൽ കർത്താവെ അടിയനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി വഴി നടത്തുന്ന യേശുനാശിക്കുന്നു ഇതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, ഇന്നത്തെ പല ജനസമൂഹത്തിൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ. യഥാർത്ഥമായി വഴി എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിലുണ്ട്. ഒരു വഴി എന്ന് പറയുമ്പോൾ നാം നടക്കുന്ന പാതയിലെ ഒരു കാര്യമായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ നാം എത്തേണ്ട കാര്യങ്ങളെ പറ്റിയായിരിക്കും, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നാം പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയായിരിക്കും, അതുപോലെ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലും ആത്മീയ മേഖലകളും നാം നിവൃത്തിയാക്കേണ്ട പല കാര്യങ്ങളും. ഇതൊക്കെ വ്യത്യസ്തമായ വഴികളാണ്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് മാർഗനിർദ്ദേശം വ്യക്തമായി ലഭ്യമാകണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ പ്രകാശത്തിൽ നയിക്കത്തക്കവണ്ണം ഉള്ള പ്രകാശവും ആലോചനയും എനിക്കും നിങ്ങൾക്കും ലഭ്യമാകണം. അത് ലഭ്യമായില്ലെങ്കിൽ നാം ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അന്ധകാരമുള്ള ഒരു പാതയിലൂടെയാണ് പോകുന്നെങ്കിൽ അതോടൊപ്പം നമ്മുടെ വാഹനത്തിൻ്റെ വെളിച്ചം പകരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നാം കടന്നു പോകുന്ന പാതയിൽ പതിയിരിക്കുന്ന പ്രതിസന്ധികൾ എന്തെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയില്ല, മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്രകാരം ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലെ പാതയിലേക്ക് നാം ഇറങ്ങുമ്പോൾ വ്യക്തതയോടെ കാണുവാനും മനസ്സിലാക്കുവാനും അതിന് വേണ്ടി മാർഗനിർദ്ദേശം നൽകി നമ്മളെ നയിക്കത്തക്കോണം നമ്മളോടൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നല്ലെങ്കിലോ പലപ്പോഴും വീഴുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വീഴ്ചകൾ ചിലപ്പോൾ ഒരു വലിയ അപകടത്തിനായിത്തീരും, ചിലപ്പോൾ നമ്മുടെ മാനസിക സന്തുലനം തകരുന്ന സാഹചര്യങ്ങളായിത്തീരും. പക്ഷെ ഇന്ന് പലപ്പോഴും ജനം ഈ പ്രകാരമുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അവർ ലൗകിക പ്രകാരമുള്ള പല കാര്യത്തിൽ ആശ്രയിച്ച് അതിന് ഒത്തവണ്ണം ജീവിക്കുന്ന വ്യക്തികളായി മാറിയിരിക്കുന്നു. ഒരു വാഹനമെടുക്കുമ്പോൾ ഇന്ന് പലരും അതിൽ ഒരു സ്ഥലത്തെത്തണമെങ്കിൽ വ്യത്യസ്തമായ പല പ്രോഗ്രാംസ് എന്ന് നമുക്ക് കാണാം. അതിലൊന്നാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതോടനുബന്ധിച്ച് അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇന്ന് ലഭ്യമാകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നാം മനസ്സിലാക്കാതെ പോകുന്നത് ഇതൊക്കെ സാങ്കേതിക വിദ്യകളിൽ ആശ്രയിച്ചുള്ള കാര്യമായിരിക്കുന്നതിനാൽ അതിന് പരിമിതികളുണ്ട്. അതായത് പുതിയൊരു പാത ഒരുക്കിയാൽ ചിലപ്പോൾ അത് ആ നാളുകളിൽ അതിൽ കാണുവാനിടയാകില്ല. നാം വാഹനം ഓടിക്കുമ്പോൾ ചിലപ്പോൾ GPS കാണിക്കും അതൊരു മരുഭൂമിയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പാതയില്ലെന്ന്. പക്ഷെ അവിടെ നല്ലൊരു പാതയുണ്ടായിരിക്കും. അതുപോലെ തന്നെ നാം മറ്റ് സാങ്കേതിക കാര്യങ്ങളിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ന് നാം ചുറ്റും നോക്കുമ്പോൾ മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ പറഞ്ഞ് കേൾക്കുവാനിടയാകും. ChatGPT അതിനൊക്കെ അതിൻ്റേതായ പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിന് പൂർവ്വകാലത്തിലുണ്ടായ പല കാര്യങ്ങളെ ആസ്പദമാക്കി സ്വയമായി അത് എങ്ങനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുവാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ സ്വയമായി പ്രോഗ്രാം ചെയ്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമുക്ക് വഴികാട്ടിയായി, അത് ജീവിതത്തിൻ്റെ ഏത് തലത്തിലുമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ, നാം
ഇറങ്ങുന്ന യാത്ര മുതൽ ഔദ്യോഗിക രംഗ കാര്യങ്ങളായാലും ആത്മീയമായാലും സാമൂഹികമായാലും വ്യക്തിഗത ജീവിതത്തിൽ എന്ത് കാര്യങ്ങളിലായാലും വ്യക്തമായി വഴികാട്ടത്തക്കോണം ആയ ഒരു വ്യക്തി സദാ കൂടെ നമ്മളോട് കൂടെയുണ്ട്. പക്ഷെ പലപ്പോഴും ആ വ്യക്തിയോട് നമുക്കൊന്ന് ആലോചന ചോദിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വചനത്തിൽ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വചനം എന്ന് പറയുമ്പോൾ പലപ്പോഴും അനേകരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയുക്തമാക്കുന്ന ഒരു കാര്യങ്ങളായി മാറിയിരിക്കുന്നു. അതിനുപരിയായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് വ്യക്തമായി ഒരു പാത കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുവാനും അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും എത്രമാത്രം നാം പരിശ്രമിക്കുന്നുണ്ടെന്നത് നോക്കും. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 4:16 ഇപ്രകാരമാണ് പറയുന്നത്: അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലാം. എബ്രായ ലേഖനം യഥാർത്ഥത്തിൽ നാം വായിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിന്റെ പല കാര്യങ്ങളെ പറ്റി പ്രസ്താവിച്ചുള്ള ഇതിലാണ് എബ്രായ ലേഖനം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലാമെന്ന യഥാർത്ഥത്തിൽ കൃപാസനം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യമുള്ള ഒരു മേഖലയെ പറ്റിയാണ് പറയുന്നത്. അവിടെ പറയുന്നത് അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് തക്കതായ സാഹചര്യങ്ങളിൽ നമുക്ക് സഹായം ലഭിക്കും. ആ കൃപാസനത്തിൻ്റെ ഒരു പര്യായമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, സാമീപ്യം. കർത്താവ് വ്യക്തമായി പറഞ്ഞിരുന്നത്, ഞാൻ കടന്നുപോയാൽ നിങ്ങളെ വഴി നടത്തത്തക്കവണ്ണം കാര്യസ്ഥനെയായി. ഒരു കാര്യസ്ഥൻ്റെ കടമയെന്ന് പറയുമ്പോൾ നാം ഇറങ്ങിത്തിരിക്കുന്ന പാതയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ നാം ആലോചിച്ച് കാര്യസ്ഥന് അതിനു വേണ്ടിയ സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും ഒരുക്കുകയാണ് ഒരു കാര്യസ്ഥൻ്റെ. പക്ഷെ ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്ന കാര്യസ്ഥനുമായി ഇതൊക്കെ ഒന്ന് പങ്കുവെക്കുവാൻ കഴിയാത്ത അവസ്ഥ. കാരണം നാം ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ യുക്തിയിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുവാൻ കഴിയുമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 3:35 ഇപ്രകാരം കർത്താവ് പറയുന്നുണ്ട്: പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലതും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, അതായത് പിതാവാം ദൈവം പുത്രനായ കർത്താവിനെ സ്നേഹിക്കുക മാത്രമല്ല, ഈ ഭൂമുഖത്തുള്ള എല്ലാത്തിന്മേലുള്ള അധികാരം പുത്രന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പുത്രത്തിൻ്റെ അവകാശത്തിലേക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഒരു പിതാവും തൻ്റെ പുത്രൻ വഴിതെറ്റിപ്പോവാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15:9 ഇപ്രകാരമാണ് പറയുന്നത്: പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. അപ്പോൾ പിതാവ് പുത്രനായ കർത്താവിന് എല്ലാത്തിന്മേൽ അധികാരം കൊടുത്തിരിക്കുമ്പോൾ ആ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, നാം ആ സ്നേഹത്തിൽ നിലകൊള്ളുവാനാണ്, വസിക്കുവാനാണ് പറയുന്നത്. പുത്രൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ പുത്രനുമായിട്ടൊരു ബന്ധത്തിലേക്ക് നാം കടന്നു വരണം. പുത്രനുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വരികയാണെന്ന് പറയുമ്പോൾ വചനവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നാം കടന്നു വരണം. ഇന്ന് പലപ്പോഴും അതിന് നമുക്ക് കടന്നു വരുവാൻ കഴിയാതെ പോകുന്നത് നമ്മുടേതായ വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഞാനും നിങ്ങളും നയിക്കുന്നത്. സമൂഹം എന്തു പറയും? സമൂഹത്തെ ഭയപ്പെട്ട് ഇന്ന് പലപ്പോഴും ആരാധനാലയത്തിൽ കടന്നു പോകുമ്പോൾ പോലും നമ്മുടെ കരങ്ങളിൽ ഈ ദൈവവചനം പിടിക്കുവാൻ കഴിയാതെ, അതായത് ഒരു വിഷമമാണ്. അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ വെച്ച് കൊണ്ടുപോകും. ഉറപ്പോടെ ധൈര്യത്തോടെ ഞാൻ എൻ്റെ ദേവാലയത്തിലേക്ക് കടന്നു, എനിക്ക് ഈ വചനം പിടിക്കുവാനൊരു നാണമില്ല,
ഒരു മാന്യത കുറവില്ലെന്ന് നമുക്ക് പറയുവാൻ കഴിയാത്ത അവസ്ഥ. എന്തിന് നാം പോകുന്ന സഭയ്ക്ക് അതീതമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പോയാൽ പോലും അത് പറയാൻ ഭയപ്പാടാണ്. അവർ വലിയ പ്രാർത്ഥനാക്കാരാന്ന് പറഞ്ഞാലോ. അതായത് കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യക്തതയോട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച് നമ്മെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത എഫെസ്യ ലേഖനം 3:12 ഇപ്രകാരമാണ് പറയുന്നത്: അവനിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് അവനിൽ ധൈര്യവും സാമീപ്യവും ഉണ്ട്. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ്സ് പ്രസൻസ് വിത്ത് ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ്. അവൻ്റെ വിശ്വാസത്തിനുള്ളെങ്കിൽ ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ്. ഇവിടെ പറയുന്നത് അവനിൽ ധൈര്യവും സാമീപ്യവും, ഉറപ്പും ധൈര്യമാണ്. പക്ഷേ അതിലേക്ക് നാം കടന്നു വരണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം, കർത്താവുമായിട്ടൊരു ബന്ധം വേണം. ആ കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ ഉറപ്പും ധൈര്യവും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തക്കോണം ഇടയാക്കും. എബ്രായ ലേഖനത്തിൻ്റെ 10:19 ഇപ്രകാരമാണ് പറയുന്നത്: അതുകൊണ്ട് സഹോദരന്മാരെ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ട്. അതായത് കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട രക്തത്താൽ വീണ്ടെടുത്ത ജനമായിരിക്കുന്നതിനാൽ ആ രക്തത്താൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ധൈര്യവും ഉറപ്പുമാണ് നൽകുന്നത്. അത് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 10:20-22 വരെ വായിക്കുമ്പോൾ, അതായത് തൻ്റെ ശരീരമെന്ന തിരശീലയിലൂടെ അവൻ നമുക്ക് ജീവന്റെ പുതുവഴി തുറന്നു തന്നിരിക്കുന്നു. ദേവാലയത്തിന് മേൽവിചാരകനായി ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുള്ളവരായി പരമാർത്ഥ ഹൃദയത്തോടെ നമ്മുടെ ദുഷ്ടമനസാക്ഷി നീങ്ങുവാനായി ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി നമുക്ക് അടുത്തു ചെല്ലാം. അതായത് തൻ്റെ ശരീരമെന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്ക് ജീവന്റെ പുതുവഴി തുറന്നു വന്നു. കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്ന് യാഗമായി അർപ്പിക്കപ്പെട്ടത് എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ഒരു പുതിയ പാത ഒരുക്കി തരുവാൻ വേണ്ടിയായിരുന്നു. പാപഭംഗിലമായ ജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കത്തക്കവണ്ണമുള്ളൊരു പാത, കർത്താവിൻ്റെ രക്തത്താൽ കഴുകിയ പാത, കർത്താവിൻ്റെ രക്തത്താൽ ഒരുക്കിയ പാത. ആ കർത്താവിൻ്റെ രക്തത്താൽ കഴുകി ഒരുക്കിയ പാതയിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവുമായിട്ടൊരു ബന്ധം വേണം. ഇന്ന് ലോകത്തിൽ പലവിധ കൗൺസിലിങ്ങും പല കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനിടയാകും. പക്ഷേ അതിൻ്റെ ആകണമെങ്കിൽ അവരുമായിട്ടൊരു ബന്ധമുള്ളെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ അനുഭാവികളാകുവാൻ കഴിയൂ. അതിനു പകരം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൽ നിന്ന് ഒന്നും ലഭ്യമാകുകയില്ല. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ഈ മഹത്തായ കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ കർത്താവുമായിട്ടൊരു ബന്ധം വേണം. ആ ബന്ധമുള്ളപ്പോൾ ഇവിടെ പറയുന്ന പോലെ കാൽവറി ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടെടുക്ക ജനമായിരിക്കുന്ന നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി കർത്താവ് ഒരുക്കിത്തരും. ആ വഴി നാം നടക്കുമ്പോൾ അവിടെ വെളിച്ചമായി പകരത്തക്കോണം കർത്താവിൻ്റെ സാന്നിധ്യവും നമുക്ക് ആലോചന നൽകത്തക്കോണം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ കൂടെ ഉണ്ടാകുവാൻ ഇടയാക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43:19 ഇപ്രകാരമാണ് പറയുന്നത്: ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതേ ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ
കാര്യം നാം ഒന്ന് നമ്മുടെ കർത്താവിൻ്റെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, കർത്താവിൻ്റെ ശരീരയാഗത്താൽ മരുഭൂമിയിലൊരു പാതയും നിർജ്ജന ജലത്ത് ജീവനുള്ള ജലവുമാണ് നമുക്കൊരുക്കി തന്നിരിക്കുന്നത്. പക്ഷേ അത് ഇന്ന് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും അനുഭവമാക്കുവാൻ കഴിയാതെ പോകുന്നത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിത കാലയളവ് അനുസരിച്ച് നാം നോക്കുകയാണെങ്കിൽ, നാം ദേവാലയ ആരാധനകളിൽ കടന്നുപോയി ദിവ്യമേശയിലൊക്കെ സംബന്ധിച്ച അനേക വർഷങ്ങൾ കാണും. പക്ഷെ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നാം അവിടെ ആ ദിവ്യമേശയ്ക്ക് അടുത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ചിന്തകളിൽ മറ്റു പലതുമായിരിക്കും. നമ്മളെ തന്നെ ആ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിച്ച്, കർത്താവേ, ദിവ്യബലി ഞാൻ ഉൾക്കൊള്ളുമ്പോൾ അങ്ങ് എന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ രക്തത്താൽ മുദ്രയിട്ട് ഞാൻ കടന്നു പോകേണ്ട പാതയിലേക്ക് എന്നെ വഴി നടത്തത്തക്കണം ഇടയാക്കണേ എന്ന് എത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഞാൻ വഴിതെറ്റിപ്പോയി, വീണുപോയി, എന്നെ വീണ്ടെടുക്കത്തക്കോണം ഈ രക്തശരീരം ഇടയാക്കണമെന്ന് നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വാഴ്ത്തി ശുദ്ധീകരിച്ച ആ രക്തശരീരം നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരികമായി മാത്രമല്ല, ആന്തരികവും മാനസികവുമായ എല്ലാവിധ അസ്വസ്ഥ അനാരോഗ്യത്തിനും ക്ലേശങ്ങൾക്കും സാന്ത്വനവും സമാധാനവും വിടുതലും നൽകുവാൻ കഴിയുന്ന ശക്തമായ കാര്യമാണ്. എത്ര വലിയ ശാരീരിക അന്വേഷണത്തിലും കടന്നു പോകട്ടെ, എത്ര വലിയ മാനസിക സംഘർഷങ്ങളിലും കടന്നു പോകട്ടെ, ആ രക്തശരീരം സംബന്ധിക്കത്തക്കോണം നാം ദിവ്യബലി എടുക്കുവാൻ അവിടെ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി, എൻ്റെ കർത്താവേ, ഈ ദിവ്യബലിയിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കത്തക്കോണം അന്ന് പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച് നാം അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ അത് പ്രവർത്തിക്കുവാൻ ഇടയാകും. ഒരു ചടങ്ങെന്ന രീതിയിൽ അതിൽ സംബന്ധിക്കുകയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ഒരു മാറ്റവും അവിടെ അനുഭവിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടാണെങ്കിൽ നാം അതിൽ സംബന്ധിക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി, ഞാൻ ഒന്നുമല്ല, വീഴ്ചയുള്ളവനാണ്, കുറവുള്ളവനാണ്, ഈ ദിവ്യബലിയിൽ ഞാൻ സംബന്ധിക്കുമ്പോൾ എന്നോട് മനസ്സലിയണമെന്ന് പറയുവാൻ കഴിയുന്നുണ്ട്. അപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക മാത്രമല്ല, നാം കടന്നു പോകേണ്ട പാതകളിലേക്ക് വഴി നടത്തത്തക്കണം ഇടയാക്കും. യോഹന്നാന്റെ സുവിശേഷം 17:23 ഇപ്രകാരമാണ് പറയുന്നത്: നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. അതായത് പിതാവായ ദൈവമാണ് പുത്രനെ അയച്ചതെന്നും ആ പുത്രത്തിൽ നാം ഒരുമിച്ചായത്, അതായത് പിതാവ് പുത്രനിൽ വസിക്കുന്നത് പോലെ നമ്മളിൽ കർത്താവ് വസിക്കുമ്പോഴാണ് യഥാർത്ഥമായി അതിൻ്റെ പൂർണ്ണത വരുന്നതെന്ന് വ്യക്തമായി കർത്താവ് പറയുന്നത്. പക്ഷെ അപ്രകാരം വസിക്കണമെങ്കിൽ നമ്മുടേതായ ജീവിതത്തിൻ്റെ ചിന്തകളും നിരൂപണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രവൃത്തികൾക്കും നമ്മുടെ ഓരോ കാര്യത്തിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മാറ്റത്തിലേക്ക് എത്രമാത്രം നമുക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ മാറ്റം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം അത് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രിയ സഹോദര സഹോദരി ഒന്ന് നോക്കേണ്ടിയിരിക്കും. കർത്താവിൻ്റെ അനുയായികളെന്ന് ക്രിസ്ത്യാനിയുടെ പേരുണ്ടായത് മാത്രമല്ല, യഥാർത്ഥമായി കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ സ്നേഹബന്ധത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നു. അപ്രകാരം ചിന്തിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ വഴികാട്ടിയായി മാറുവാൻ ഇടയാകുന്നത്. എന്നാൽ സുവിശേഷം 17:24 ഇപ്രകാരമാണ് പറയുന്നത്: പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനായിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവരും എന്നോടുകൂടെ ആയിരിക്കണമെന്ന്
ഞാൻ ഇച്ഛിക്കുന്നു. അതായത് നിത്യജീവനിലേക്ക് വഴികാട്ടിയായി കടന്നു വന്ന കർത്താവിൻ്റെ പ്രാർത്ഥന ഏതാ? ഇതൊരു പ്രാർത്ഥനയാണ് കർത്താവ് പിതാവിനോട് പറയുന്നത്. ഈ പ്രാർത്ഥനയിൽ പറയുന്നത് എത്ര വ്യക്തം, അതായത് നാം ഒരുമിച്ച് വസിക്കണമെന്ന് മാത്രമല്ല, നീ ലോകസ്ഥാപനത്തിനു മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ആയിരിക്കുന്നിടത്തും അവരും എന്നോട് കൂടെ. അതായത് എന്നെ സ്നേഹിച്ച പിതാവ്, ആ പിതാവ് എൻ്റെ മഹത്വം ഞാൻ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തിനും മനസ്സിലാക്കത്തക്കണം അവരും എന്നോടുകൂടെ ആയിരിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന. നാം എത്രമാത്രമാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പിതാവേ, എൻ്റെ പുത്രനെ അയച്ച് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിനെ, ആ കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ എന്നോട് മനസ്സറിയണമേ. എൻ്റെ വീഴ്ചകളിൽ നിന്ന് അതിജീവിക്കാനുള്ള കൃപ നൽകണം. എൻ്റെ നിരൂപണങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ ഇടയാക്കണമേ. എൻ്റെ പ്രവർത്തനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും മാറ്റം വരുത്തുവാൻ ഇടയാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുത്രത്തിൽ നാം ഒരുമിച്ചാകുമ്പോൾ പിതാവുമായിട്ട് വസിക്കുവാനുള്ള സാഹചര്യം കർത്താവ് ഒരുക്കുന്നത്. അതിൻ്റെ മുമ്പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17:25-26 വായിക്കുമ്പോൾ, നീതിയുള്ള പിതാവേ, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും വെളിപ്പെടുത്തും. കർത്താവിൻ്റെ ഇഹലോക യാത്രയിലെ പല കാര്യങ്ങൾ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് ഭൂമുഖത്തായിട്ട് കടന്നു വന്നത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അറ്റുപോയ മനുഷ്യനെ അവരുടെ മധ്യത്തിൽ ഒരു പാലം സൃഷ്ടിക്കത്തക്കോണമാണ് കർത്താവ് യാഗമായി അർപ്പിക്കപ്പെട്ടത്. സ്വയമായി ത്യജിച്ചുകൊണ്ട് ജീവിതത്തിനെ യാഗമായി അർപ്പിക്കപ്പെട്ട് ആ രക്തത്താൽ വീണ്ടെടുക്കത്തക്കോണം. ഇത്ര ശുദ്ധമേറിയ രക്തം വേറെ ഒന്നുമില്ല. അപ്പോൾ ആ രക്തത്താൽ വീണ്ടെടുക്ക് പിതാവിനോടൊപ്പം തൻ്റെ ജനം വസിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നതാണ്. പക്ഷെ ഇന്ന് നമുക്കത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുവാനോ സ്വീകരിക്കുവാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ചിന്തകളിൽ കർത്താവ് നമ്മളെ വഴിനടത്തത്തക്കോണം നാം ഒരുക്കപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 14:3-4 വായിക്കുമ്പോൾ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാം. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ യഥാർത്ഥമായി ഇന്ന് അനേകരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയാണ് തോമാസ് ലീഹ അവിടെ ചോദിക്കുന്നത്. 14:5 പറയുന്നത്, തോമസ് അവനോട് കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ വചനം വായിച്ചത് കൊണ്ട് മാത്രമല്ല, വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കത്തക്കോണം സദാ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി മാറും. കർത്താവ് എവിടെയാണെന്നും ഏത് വഴിയിൽ കൂടെയാണ് പോകുന്നത്. കാരണം പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ എന്നെ നിങ്ങളെ വ്യക്തതയോട് കർത്താവിൻ്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 കർത്താവിൻ്റെ ഇപ്രകാരമുള്ളൊരു മറുപടി. യേശു അവനോട് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ വഴിമുട്ടിയ സാഹചര്യങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, എവിടെയോ നാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി. ആ കർത്താവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും കർത്താവിനോട് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും വഴി നിർത്തത്തക്കോണം ഇടയാകും. നമ്മുടെ തലകണെ വണക്കാം.
സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്ത കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്വതാംനാഥ, ഇത്രത്തോളം എൻ്റെ കൃപയിൽ കർത്താവെ എൻ്റെ ജനത്തെ നയിക്കുമെന്ന അവൻ കൃപകൾക്കായ സ്തോത്രം കർത്താവ്. എൻ്റെ വിലയിലും കുറവുകളും കണക്കിടാതെ കർത്താവെ ഈ വചനം കർത്താവ് അനേകരെ അങ്ങയുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അങ്ങ് ജീവൻ്റെ വഴിയെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ കർത്താവെ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നിന്റെ പ്രകാശതാരം ഞങ്ങളുടെ ജീവിതത്തെ ഓരോ ദിവസവും വഴി നടത്തത്തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാത്തിനുപരി നിന്നെ സ്നേഹിക്കുന്നവരായി, നിന്റെ കർത്താവ് ആലോചനയ്ക്കൊത്തോണം പ്രവർത്തിക്കുന്നവരായി, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു പ്രാർത്ഥിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.